ഹലോ, നല്ല നമസ്കാരം. DNA ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇമോഷണലി ഡ്രാമ ത്രില്ലർ മൂവി. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ, പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആക്ഷൻ, DOP, എഡിറ്റിംഗ്. ദിവ്യ ആൻഡ് ആനന്ദ് ഇതാണ് DNA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു പെൺകുട്ടി, കല്യാണ മാർക്കറ്റിൽ ഒരു പുരുഷനാലും അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ ടെൻഷൻ അടിച്ച് നടക്കുന്ന പാരൻസ്, ലവ് ഫെയിലിയറായി കാമുകി മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു പുരുഷനുമായി ഈ ബുദ്ധിമാന്യമുള്ള പെൺകുട്ടി വിവാഹിതയാകുന്നു. അങ്ങനെ ഈ ദിവ്യയും ആനന്ദും വിവാഹം കഴിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടാകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ആ കുഞ്ഞ് തൻ്റേതല്ല എന്ന് അതുവരെ നിശബ്ദമായിരുന്ന ദിവ്യ അലറി വിളിക്കുകയാണ്. കുഞ്ഞ് മോഷ്ടിക്കപ്പെട്ടതാണോ അതോ ദിവ്യയുടെ ബുദ്ധിമാന്യത്തിൻ്റെ അലർച്ചയാണോ, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിഫാൾട്ടാണോ അതോ മെഡിക്കൽ മാഫിയയുടെ സംഭവമാണോ? ഇതൊക്കെയാണ് ഇതിൻ്റെ കഥാസാരം. ഇതിൻ്റെ കഥയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്ന് ഈ സിനിമയുടെ ഓരോ എലമെൻ്റ് കാണുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. സാധാരണക്കാരന് മനസ്സിലാകാത്ത ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന മാഫിയ സംഘങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അശ്രദ്ധ കൊണ്ട് കുട്ടികളെ പരസ്പരം മാറിപ്പോകുക, അതല്ലെങ്കിൽ മനഃപൂർവ്വം മാറ്റിവെക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽ വ്യൂ കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കഥാകൃത്തും സംവിധായകനുമായ നെൽസൺ വെങ്കടേഷ് കൈയടി നേടുന്നുണ്ട്, ഉറപ്പാണ്. സൂപ്പർ തിരക്കഥ. പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ആദർവ്, നിമിഷ സജൻ വേറെ ലെവലാണ്. സ്പെഷ്യലി നിമിഷ. ഇവരോടൊപ്പം ചേർത്തു വയ്ക്കാൻ പറ്റുന്ന പോലീസ് വേഷം ചെയ്ത ബാലാജി ശക്തിവേൽ നല്ലൊരു കാമുകനായിരുന്നു, പിന്നെ ഭർത്താവാകുന്നു, അത് കഴിഞ്ഞിട്ട് നല്ലൊരു അച്ഛനാകാൻ ശ്രമിക്കുന്നു. ആക്ഷൻ സീക്വൻസ് ഉൾപ്പെടെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ആദർവ് നൽകിയിട്ടുള്ളത്. നിമിഷയുടെ പെർഫോമൻസ് എടുത്താൽ സെക്കൻഡ് ഹാഫിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് കാണിക്കുന്ന കുറേ ഇമോഷൻ സീനുണ്ടല്ലോ, അതേപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ സീനും, അതൊക്കെ നിമിഷയെ പോലുള്ള ഒരു പെർഫോമർക്ക് മാത്രമേ ഇത്രയും കിടിലമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കിടിലം സാധനം വെച്ചാൽ കിടിലം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത്രയും ഇമോഷണലി എലിവേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. സ്പെഷ്യലി ആ ഒരു ക്ഷേത്രത്തിലുള്ള കുറേ സീനുകൾ നമ്മളെ കരയിപ്പിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കഴിയുമെന്നത് ജബ്രാൻ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ്, ആ ഫൈനൽ കട്ടിലുണ്ടല്ലോ, ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു സ്റ്റണ്ടുണ്ട്, കിടിലം സാധനം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ക്യാമറ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഞെരിപ്പട എന്ന് പറയാൻ തോന്നുന്ന ഒരു സാധനം, കിടിലം സാധനം. എഡിറ്റിങ്ങും ക്യാമറയും എടുത്തു പറയണം. ചില വിഷ്വൽസ് ഉണ്ടല്ലോ കിടിലം, സ്ലോ മോഷൻസ് ഒക്കെ കിടിലം എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കിടുക്കാച്ച സാധനം. ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ 2 നെഗറ്റീവാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ അല്പം നല്ല ലാഗ് ഉണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റോളം ഉണ്ട്. ദിവ്യയും ആനന്ദും എന്താണെന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഫീൽ ചെയ്ത ഒരു ഇഴച്ചൽ. പിന്നെ ആവശ്യമില്ലാതെ 5-6 പാട്ടുണ്ട്. അതിൽ ഒരു ഐറ്റം ഡാൻസ് വരെ ഉണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 പാട്ടിന് ധാരാളം. ദിവ്യയും ആനന്ദും എന്താണെന്നുള്ളത് ഒരു പാട്ടിലൂടെ എക്സിക്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ അല്പം കൂടി ക്രിസ്പായിട്ട്, പാട്ടുകളുടെ എണ്ണം കുറച്ചാൽ അല്പം കൂടി നന്നായിട്ട് തന്നെ മനോഹരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ DNA എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന ഒരു കിടിലം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.